നമസ്കാരം. ഞാൻ കൊടുങ്ങൽ ശ്രീ കുരുമ്പാക്കാവിലെ കൗളാചാര കർമ്മം ചെയ്യുന്ന വൈഷ്ണവ ശാക്തേയ പഞ്ചമകാരത്തിൽപ്പെടുന്ന കൗളാചാര കർമ്മം ചെയ്യുന്ന ശ്രീ കാളിമഠത്തിലെ രക്ഷാധികാരിയാണ്. ഞാൻ ഒരു വീഡിയോ ഇടുന്നത് ചില കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഒരുപാട് വീഡിയോ ഇട്ട് അങ്ങനെ ആൾക്കാരെ ആകർഷിക്കുന്ന ഒരു രീതിയല്ല എൻ്റെത്. ചില കർമ്മ രീതികൾക്ക് മാത്രമേ ഞാനൊരു വീഡിയോ ഇടുള്ളൂ. ഇപ്പോൾ ഇടുന്ന ഒരു വീഡിയോ ഈ കാവിലിപ്പോൾ നമ്മുടെ ചേക്കുട്ടിപ്പാപ്പ എന്ന് പറയുന്ന ഒരു മൂർത്തി ഭാവത്തിൻ്റെ ഒരു വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിട്ടുണ്ടായിരുന്നു. ഒരു ഗുരുവായൂർ ഒരു വീട്ടിൽ പോയി ചില ക്രിയ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വീട്ടിലെ ഒരു വ്യക്തി പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഞാൻ ആദ്യമായി യൂട്യൂബ് ചാനലിൽ കണക്ട് ചെയ്യുന്നത്. അതൊരുപാട് ആൾക്കാർ കാണുകയും ഈ കാവിൽ കേരളത്തിലെ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയും പിന്നെ അന്യ സംസ്ഥാനത്തു നിന്നും ഈ കാവിലേക്ക് ഇപ്പോൾ ജനങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ദുഃഖദുരിതമായിട്ട്, അത് ചേക്കുട്ടിപ്പാപ്പയുടെയൊക്കെ ദുഃഖദുരിതമായിട്ട്, പിന്നെ ഹൈന്ദവ ആചാരത്തിൻ്റെ ചില പ്രശ്നങ്ങളായിട്ടും ചില ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളും ചില ക്ഷേത്രങ്ങൾ നോക്കി നടത്താൻ പറ്റാതെ അവരെ മറ്റുള്ള കാവുകൾ പോയി ലയിപ്പിച്ച് കൊടുക്കുന്ന അങ്ങനെ കല കർമ്മവിധാനമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൗളാചാരം എന്ന് പറയുന്ന കർമ്മവിധാനം ഒരു ഹൈന്ദവാചാരത്തിൽ ഒരു കർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ വൈഷ്ണവ ശാക്തേയ പഞ്ചമകാര കൗളാചാര കർമ്മം എത്തുമ്പോഴാണ് ഒരു ഹൈന്ദവാചാരം പരിപൂർണമായിട്ടും പൂർത്തീകരിക്കുക. അത് ഉത്തമമായിരിക്കുന്ന ആ ഒരു കർമ്മം നമ്മൾ കൊടുങ്ങൽ ശ്രീ കുരുമ്പാക്കാവിനോടനുബന്ധിച്ചിട്ടാണ് ആ കർമ്മം ഇരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ആ ഒരു കർമ്മത്തിൽ സ്ഥാനം കിട്ടാൻ കാരണം ഇതൊരു കലിയുഗമാണ്. മഹാവിഷ്ണുവിൻ്റെ 11ാമത്തെ അവതാരമായ കലിക്ക് എന്ന് പറയുന്ന ഒരു കലിയുഗത്തെ അതിന് തരണം ചെയ്യാൻ മഹാദേവനിലൂടെ ഉത്ഭവിച്ചിരിക്കുന്ന പരാശക്തിക്ക് മാത്രമേ അത് സാധ്യമാകൂ. മറ്റുള്ള മൂർത്തിഭാവങ്ങൾക്കത് സാധ്യമാവില്ല. കാരണം മഹാവിഷ്ണുവിനോടാണ് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിനെ മഹാവിഷ്ണുവിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മൂർത്തിഭാവം പരാശക്തിക്ക് മാത്രമേ സാധ്യമാവൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാപ്പ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചേക്കുട്ടിപ്പാപ്പ എന്ന് പറയുന്ന ഒരു മൂർത്തിഭാവം ഹൈന്ദവ ആചാരത്തിൽ ഞങ്ങൾ പറയുന്നത് കരിങ്കുട്ടി എന്നും, 4 മതസ്ഥലിനെ ചേക്കുട്ടിപ്പാപ്പ, പറക്കുട്ടി, മായക്കുട്ടി, പൂക്കുട്ടി, അങ്ങനെ ചില മൂർത്തിഭാവങ്ങളും 1001 ചാത്തന്മാരിൽ പെടുന്ന ചില മൂർത്തിഭാവങ്ങളും അതിനകത്ത് ഏറ്റവും ഉഗ്രമൂർത്തിയായിരിക്കുന്ന ഒരു മൂർത്തിഭാവമാണ് കരിങ്കുട്ടി. അത് ചേക്കുട്ടിപ്പാപ്പ എന്ന് പറയുന്ന മൂർത്തി. ഈ കാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാക്കാവിനോടനുബന്ധിച്ചിരിക്കുമ്പോൾ ചേരമാൻ പള്ളിയോട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാവായി മാറും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയും ലോകത്തിലെ 7ാമത്തെ പള്ളിയുമാണ് ചേരമാൻ പള്ളി. ആ പള്ളിയോടനുബന്ധിച്ചിരിക്കുമ്പോൾ എന്തായാലും 4 മതസ്ഥർക്കും ഈ കാവ് വളരെ വിശ്വാസപ്പെട്ടൊരു കാവായിരിക്കും. കാരണം അവരുടെ ആ ഒരു പള്ളി മറ്റുള്ള കാര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത് ആ കൊടുങ്ങല്ലൂർ ഭാഗത്തോടായിരുന്നാൽ ആ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാക്കാവിലെ കർമ്മം എന്ന നിലയിലും നമ്മൾ ഈ കാവും 4 മതസ്ഥർക്ക് താല്പര്യമുള്ളൊരു കാവായി മാറും. അത് ഓട്ടോമാറ്റിക്കാണത്. അപ്പോൾ നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ചേക്കുട്ടിപ്പാപ്പ എന്ന് പറയുന്ന മൂർത്തിഭാവം ഇപ്പോഴത്തെ കലിയുഗത്തിലെ ഒരു കർമ്മങ്ങൾ ഏറ്റെടുക്കില്ല. കാരണം ഈ കഠിനമായ ഒരു മൂർത്തിയാണ്. അപ്പോൾ ഞാൻ ആ മൂർത്തിഭാവത്തിൻ്റെ കർമ്മം ഏറ്റെടുക്കുന്നത് നമ്മൾ ആ ശ്രീ കുരുമ്പാക്കാട് ചെയ്യുന്ന ചില കർമ്മവിധാനം അത് വളരെ ശ്രേഷ്ഠകരമായ കർമ്മവിധാനമാണ് കൗളാചാരം. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആ കർമ്മങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ചില ഹൈന്ദവ ആചാരത്തിലും ചില ആചാരത്തിലും ഉത്സവ പ്രതീതി പോലത്തെ ചില കർമ്മവിധാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണം തന്നെ പാമ്പുമേക്കാട്ട് നടക്കുന്ന സർപ്പബലി. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തി വന്ന് പറയണം എനിക്ക് സർപ്പദോഷമുണ്ട്, അപ്പോൾ ഒരു സർപ്പബലി കഴിക്കണമെന്ന് പറഞ്ഞാൽ ഒരാളത് മാത്രം അവിടെ കഴിക്കില്ല, അവിടെ ചെയ്യില്ല. കാരണം ഒരുപാട് ചിലവ് പിടിച്ച ഒരു കർമ്മവിധാനമാണ് സർപ്പബലി. അതേപോലെ തന്നെ ഒരുപാട് ചിലവ് പിടിച്ച ഒരു കർമ്മവിധാനമാണ് ഈ കൗളാചാരം. കാരണം 3 മണിക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അതേ 3 മണി വരെ ചില കർമ്മവിധാനം ഉൾപ്പെട്ടുകൊണ്ട് ഒരു യാമങ്ങൾ തിരിയുന്ന ചില കർമ്മവിധാനത്തെയാണ് കൗളാചാരം എന്ന് പറയുന്നത്.
അതിനകത്ത് ചില ഗുരുതി സമ്പ്രദായങ്ങളും ചില പൊടി കൈ സമ്പ്രദായങ്ങളും പൂജാകർമ്മങ്ങളും ഹോമങ്ങളും അങ്ങനെ ഒരുപാട് ചിലവ് വരുന്ന ഒരു കർമ്മമാണ് കൗളാചാരം. പ്രത്യേകിച്ച് കുടുംബശ്രീ കുരുമ്പാക്കാണ്ട് ചെയ്യുമ്പോൾ ചിലവ് ഇത്തിരി കൂടുതലാണ്. കാരണം ഹൈന്ദവ മൂലസ്ഥാനമാണത് കുടുംബശ്രീ കുരുമ്പാക്കം. ഇപ്പം കഴിഞ്ഞ മീനഭരണയോടുകൂടി ചില ഉത്സവം ഒക്കെ ചെയ്ത് ഈ കാവിനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തു വന്ന ആ ദോഷപരിഹാരത്തിൻ്റെ എല്ലാം തന്നെ ശുദ്ധീകരിച്ച് വരെ ചൈതന്യം വരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു വ്യക്തി വന്ന് ചെകുട്ടിപ്പാപ്പയുടെ ഒരു കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടു കൂടി, അതായത് ഒരു ഉത്സവ പ്രതിയോടു കൂടി മാത്രമേ ചെയ്തു വരുന്നുള്ളൂ. ഒരാൾ ഒറ്റക്ക് ഇങ്ങനെ ആ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനി ചെയ്യില്ല. ഒറ്റക്കൊരു കർമ്മം ചെയ്യുന്നതിനായിട്ട് 100% ഉത്തമമാണ് കൂട്ടത്തോട് ചെയ്യുന്ന ഈ ഒരു കൗളാചാര ഉത്സവ പ്രതീതി. അതിലൂടെയാണ് ഇനി, കാരണം അപ്പോൾ ഈ ചെകുട്ടിപ്പാപ്പ എന്ന് പറയുന്ന മൂർത്തിഭാവത്തിൽ ഞങ്ങൾ അതിനെ ചില രൂപക്കളങ്ങളും ചില പാട്ട് പാടി അതിനെ ശക്തി പ്രാപിച്ച് അതിനെ ഈ മറ്റുള്ള മധ്യമാനത്തിലൊക്കെ വെച്ച് ചില കർമ്മങ്ങളൊക്കെ ചെയ്തതിനെ അഘോരത്തിലേക്കാക്കി നമ്മൾക്ക് ഒരു ദുരിതമായിട്ട് വരുന്നവരുടെ പ്രയാസങ്ങൾ തീർത്തു തരണമെന്ന് നമ്മൾ ആ ഭഗവാനെ അപേക്ഷിച്ച് ആ ഭഗവാൻ പരിപൂർണമായിട്ട് തീർത്തു കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഉത്സവ പ്രതീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സർപ്പബലി എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ നാഗങ്ങളോട് ചെയ്യുന്ന ദുരിതത്തെയാണ് സർപ്പബലിയായി സ്വീകരിച്ച് ആ നാഗത്തിന് ഒരു ഗുരു സമ്പ്രദായം ചെയ്യുന്നതിനാണ് സർപ്പബലി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭഗവതിക്ക് ചെയ്യുന്ന ബലികർമ്മത്തെയാണ് ദേവബലി എന്ന് പറയുന്നത്. ദേവഗുരുതി എന്നൊക്കെ പറയും. കലശഗുരുതി, ദേവഗുരുതി. അപ്പോൾ ഇനി ഒരു വ്യക്തി വന്നാൽ ഇനി ചെയ്യുന്നത് കൂട്ടത്തോടു കൂടിയിട്ടുള്ള ഒരു കർമ്മവിധാനമായിരിക്കും. ഒരു ഒറ്റക്കൊരു കർമ്മം ചെയ്യില്ല. കാരണം ഇത് ഹൈന്ദവ ആചാരത്തിൽ ഒരുപാട് ചിലവുള്ളൊരു കർമ്മമാണ് പൂജാകർമ്മ രീതികൾ. അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചിലവാണ്. ഇപ്പോൾ കൂട്ടത്തോട് ചെയ്യുമ്പോൾ അധികം ചിലവും വരികയുമില്ല, 100% ഗുണവുമാണ്. പിന്നെ ഈ കാവിൽ വന്ന് ഈ പരിപാടിക്ക് ഈ ഒരു ഈ ഉത്സവ പ്രതീതികൾ ഗുരു സമ്പ്രദായത്തിൽ ചെയ്യുമ്പോൾ തന്നെ ഈ ചെകുട്ടിപ്പാപ്പയുടെ ഉപദ്രവം തീർന്നു തന്നെ ഒരാൾ പൈസ കെട്ടിവെച്ചാൽ അപ്പോൾ തന്നെ അവർക്ക് വേണ്ട കർമ്മവിധാനം കൂടെ ചെയ്യും. ചില ഗുരു സമ്പ്രദായത്തിൽ എല്ലാ വെള്ളിയും ചുവടെ ഗുരുതി ചെയ്യുന്നുണ്ട്. അതായത് ദേവിക്ക് പരാശക്തി ഒരു കലശഗുരുതിയുണ്ട്. ആ കലശഗുരുതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ദുഃഖത്തെ കാഠിന്യം കുറച്ച് പേരെത്തുമ്പോൾ ഒരു 10, 20, 50 പേരെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു പരിപാടി ചെയ്ത് രാവിലത്തെ ഹോമം തുടങ്ങി, അത് 3 മണിക്ക് തുടങ്ങി, അതേ 3 മണി വരെ 24 മണിക്കൂറുള്ള പൂജകർമ്മത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാ ദുഃഖത്തെയും മാറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഇനി ചെയ്തു വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് കാണുന്നവർ പ്രത്യേകം വിചാരിക്കുക, വെറുതെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നത് ഈശ്വരനെ ധ്യാനിച്ച് വിളിക്കരുത്. കർമ്മത്തിന് മാത്രം വേണ്ടിയാണ് എൻ്റെ വീഡിയോ കണ്ട് വിളിക്കുക. കാരണം നമുക്ക് വിളിച്ച് വെറുതെ സമയം കളയാനില്ല. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പുറത്തുനിന്നും ഇപ്പോൾ വിളി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രീതിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും ചില വീഡിയോയിലൊക്കെ ഞാൻ ഇടാം. വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ ഫോൺ നമ്പർ വെക്കുന്നുണ്ട്, 3 ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. അത് ഈ സമയത്ത് തന്നെ വിളിക്കാവുന്നതാണ്. പിന്നെ ഈ കാവിൽ പല ശുദ്ധി കലശങ്ങളൊക്കെ, പിന്നെ ചില കാവിൻ്റെ ചില നടപ്പന്തൽ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പങ്കാളിയിലാകാൻ പറ്റുമെങ്കിൽ പങ്കാളിയിലാകാം കേട്ടോ. എന്തായാലും നമ്മുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ കാവ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നൊരു കാവാണ്. ജാതി മതഭേദമില്ലാതെ ഈ കാവിലേക്ക് എല്ലാവരും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ വരും കാലങ്ങളിൽ ഇനി ഒരു ചെകുട്ടിപ്പാപ്പയുടെ ഉപദ്രവം മാറ്റുന്ന രീതിയാണ് പറഞ്ഞത്. ഈ പണ്ട് കാലങ്ങളിൽ അറിയാം, നമ്മൾ റാത്തി വർത്താറ്, റാത്തി വെട്ടും കുത്തുറാത്തി, അതിൻ്റെ ഒക്കെ ഒരു പ്രതീതിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ രൂപക്കളങ്ങളൊക്കെ വരച്ച് ചില പാടി ഉണർത്തി നിർത്തും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും പറയാം ഈ വെട്ടും കുത്തുറാത്തി എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ വെട്ടും കുത്തുറാത്തി അതേ സെയിം തന്നെ ഈ ഭഗവാനെ പ്രീതിപ്പെടുത്തി ഈ ഭഗവാനോട് നിങ്ങളുടെ ദുഃഖദുരിതത്തെ മാറ്റിത്തരാൻ പറയുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾ ചെയ്യുന്ന ഈ ഒരു ഗുരുതി സമ്പ്രദായം, ഉത്സവ പ്രതീതിയോടുള്ള ഗുരുതി സമ്പ്രദായം. എന്തായാലും എല്ലാവർക്കും പടച്ചമ്പൻ്റെ അനുഗ്രഹവും കർത്താവിൻ്റെ അനുഗ്രഹവും നമ്മുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. സർവേശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.